കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഓടിയെത്താൻ പറ്റുന്ന ഒരിടം തന്നെയാണ് ഇത്. എൻ്റെ നാത്തൂൻ്റെ സർജറിയുടെ ആവശ്യമായിട്ട് വന്നതാണ്. 5 വർഷത്തിന് മുൻപ് എനിക്ക് സഹായം ചെയ്തതാണ് സാർ. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സഹായം ഉറപ്പാണ്. ഇപ്പോൾ തുടർന്ന് പഠിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞു. സന്തോഷമായി. ഉറപ്പായി നടക്കുന്നത് കൊണ്ടാകുമല്ലോ വീണ്ടും വീണ്ടും ഇത്രയും ആളുകൾ വീണ്ടും അദ്ദേഹത്തെ തേടി ഓരോ ആഴ്ച. നമുക്കൊരു കാര്യം നടന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ആ വഴിക്ക് പോകാറില്ലല്ലോ. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതിവിടെ ഇന്നത്തെ കാഴ്ചയല്ല. ഇവിടെ KC വേണുഗോപാൽ ആലപ്പുഴയിൽ എത്തുന്നു എന്നറിയുമ്പോഴുള്ള പതിവായ തിരക്ക് തന്നെയാണ്. ഇത് ആദ്യമായിട്ടുള്ള തിരക്കല്ലിത്. കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഓടിയെത്താൻ പറ്റുന്ന ഒരിടം തന്നെയാണിത്. ഇവിടെ രാഷ്ട്രീയമില്ല. MPയുടെ അടുക്കൽ വരുന്നവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ആവശ്യങ്ങൾക്ക് വരുന്നവർക്കെല്ലാം കൃത്യമായി അത് സാധിച്ചിട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഏറ്റവും ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ഇവിടേക്ക് ഇതേപോലെ ജനങ്ങൾ എത്തിച്ചേരുന്നത്. അതെ, എൻ്റെ നാത്തൂൻ്റെ സർജറിയുടെ ആവശ്യമായിട്ട് വന്നതാണ്. നാത്തൂന് കിഡ്നി മാറ്റി വയ്ക്കുന്ന സർജറിയാണ് അടുത്ത മാസം 4-ാം തീയതി. എന്നിട്ട് അതിൻ്റെ ആവശ്യത്തിന് വന്നതാണ്. അങ്ങനെ സാറ് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 വർഷത്തിന് മുൻപ് എനിക്ക് സഹായം ചെയ്തതാണ് സാർ. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സഹായം ഉറപ്പാണ്. സാറ് എന്ത് കാര്യത്തിനും സാറ് മുൻപിട്ട് നിൽക്കും, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എനിക്ക് +2 കഴിഞ്ഞ് തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് MP സാറിനെ കണ്ട് പാരാമെഡിക്കലിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ തുടർന്ന് പഠിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞു. സന്തോഷമായി. അപ്പോൾ ഇനി തുടർന്ന് പഠിക്കാനുള്ള എല്ലാ കാര്യവും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്.